പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തു രൂപനായി ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈ ഒരു കൃപയുടെ സമയം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തെ, പരിപാലനയെ, കരുതലിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ തകർച്ചകളിലും പ്രതിസന്ധികളിലും കർത്താവ് നീ ഞങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നൊരു വലിയ ഉറപ്പുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഈശോയെ, കരുതലോടെ ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ പൂർണ്ണമായി നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിൻ്റെ കരുണയുടെ ജീവിതങ്ങളാകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ആ വചന വെളിച്ചത്തിൽ നമുക്കും ധ്യാനിക്കാം നമ്മുടെ ജീവിതങ്ങളെ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിത്തിനെ കുറിച്ച് പറയുന്നത്, ഞാൻ തോബിത്ത് ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. സത്യത്തിൻ്റെയും നീതിയുടെ മാർഗത്തിലൂടെ ചരിച്ച തോബിത്തിനെ കുറിച്ച് പറയുകയാണ്. വീണ്ടും പറയുന്നത്, ജെറുസലേമിൻ്റെ, അതായത് ഒരു യഹൂദൻ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ നിയമങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ആ ഒരു നിയമങ്ങൾ പാലിക്കാതെയൊക്കെ ജീവിച്ചപ്പോഴും ദൈവത്തോട് വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്നവനാണ് തോബിത്ത്. ഒത്തിരിയേറെ അവസരങ്ങളുണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ. വിജാതീയരുടെ ഭക്ഷണമൊക്കെ കഴിക്കുവാനായിട്ട് അവസരമുണ്ടായിട്ടും അവിടെ പറയുന്നത്, വചനം പറയുന്നത്, എന്നാൽ ഞാൻ കഴിച്ചില്ല, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. വീണ്ടും പാപത്തിലേക്ക് വീഴാതിരിക്കുവാനായിട്ട് തോബിത്തിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു കാര്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. താൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഗാഠമായ ആ ഒരു ബോധ്യം, അത് തോബിത്തിനെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ പ്രതിഫലനം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. തോബിത്ത് എപ്രകാരമായിരുന്നു ജീവിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ രാജാവ് ഒത്തിരിയേറെ ആളുകൾ, യഹൂദന്മാരെ എല്ലാം കൊന്നും തള്ളുന്ന സമയമാണ്. ശവശരീരങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അവരെല്ലാം എടുത്ത് മറവ് ചെയ്യുക, സംസ്കരിക്കുക എന്നുള്ളത് തോബിത്ത് ഏറ്റെടുത്തൊരു വലിയ ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും മാന്യമായ ഒരു സംസ്കാരം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ശവങ്ങൾ മറവ് ചെയ്യുകയായിരുന്നു തോബിത്ത്. പക്ഷെ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒത്തിരിയേറെ ആളുകൾക്ക് കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ തീരുമാനമെടുത്തു. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, നഗ്നർക്ക് വസ്ത്രം നൽകി. എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവേടൻ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ
ഉടൻ സംസ്കരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ദൈവകരുണയുടെ ആ ഒരു വലിയ മാതൃകകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനാണ് തോബിത്ത്. വീണ്ടും അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ വിഭവസമൃദ്ധമായ ഒരു വലിയ സദ്യയൊക്കെ ഒരുക്കി വെക്കുക. ആ സമയത്തും ഒരാൾ വന്ന് പറയുകയാണ്, ദാ വഴിയിലൊരു മൃതശരീരം കിടക്കണം. ഉടനെ ഭക്ഷണമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത്, കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലായിടത്തു നിന്നും എല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറയാൻ തുടങ്ങി. അയൽക്കാർ അവനെ പരിഹസിച്ച് പറഞ്ഞു, ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുന്നുവെന്ന് അവന് ഭയമില്ലല്ലോ, ഒരിക്കൽ നാട് വിട്ടോടിയവനാണ്. അങ്ങനെ കുത്തുവാക്കുകളിലൂടെയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നു പോകുന്നുണ്ട്. സ്വന്തം ജീവിത പങ്കാളി പോലും ഒത്തിരിയേറെ ഒത്തിരിയേറെ കലുഷിതമായി സംസാരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ മാനസികമായ വ്യഥയിൽ ഒത്തിരിയേറെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് പകരമായി മനസ്സ് മടുത്തു പോയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന തോബിത്തിനെ കാണാൻ പറ്റും. അവിടെയൊക്കെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യം, ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു, എൻ്റെ ഹൃദയവ്യത ദുസ്സഹമാണ്. ആ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശ്വാസത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും, അതായത് അത്രമാത്രം കഠിനമായ പീഡനങ്ങള് കുറ്റാരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലും ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന തോബിത്തിനെ കാണാൻ പറ്റും. അവിടെയൊക്കെ തോബിത്ത് മനസ്സുരുകി നെഞ്ചുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടിയാണ്. തോബിത്തിന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിന് 7 മുതലുള്ള തിരുവചന ഭാഗത്ത് വീണ്ടും മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട്. മറ്റൊരു വ്യക്തി സാറ. അവള് 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണ്. 7 പ്രാവശ്യവും അവളുടെ ജീവിത പങ്കാളി മരണപ്പെടുകയാണ്. അങ്ങനെ അത്രമാത്രം ഒരു വലിയ പരിഹാസത്തിലൂടെ കടന്നു പോകുന്ന സാറ. ഒത്തിരിയേറെ ആളുകൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ പരിഹസിക്കാൻ തുടങ്ങി. ആ ഒരു മാനസിക വിഷമം കേട്ടിട്ട് അവൾ പറയുന്ന കാര്യം, ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അതായത് ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്നുള്ളൊരു വലിയ ചിന്ത അവളുടെയൊക്കെ മനസ്സിലുണ്ടാവുകയാണ്. കാരണം അത്രമാത്രം കഠിനമായ ഒരു മാനസിക വ്യഥയിലൂടെ അല്ലെങ്കിൽ മാനസികമായ സംഘർഷത്തിലൂടെ അവർ കടന്നു പോകുന്നത്. അവരുടെ മുമ്പിൽ ആത്മഹത്യ ഒരു പരിഹാരമായിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തെ അവർ വീണ്ടും അടുത്ത ലെവലിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അവിടെ അവർ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതാണ്, ഇനി ഞാൻ എന്തും ജീവിക്കും, ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. ആ ഒരു സാഹചര്യത്തിലും ദൈവത്തിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന 2 വ്യക്തികളെ കാണാൻ പറ്റും, തോബിത്തിനെയും സാറായും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം ഇവരുടെ നിലവിളി കേട്ടിട്ട് ദൈവം പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും റഘുവേലിൻ്റെ പുത്രി സാറായ തോബിത്തിൻ്റെയും പുത്രൻ തോബിയാസിന് വധുവായി നൽകുവാനും അസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഒരു വലിയ ഒരു സന്ദേശം ഇത് തന്നെയാണ്. അതായത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കാരുണ്യ പ്രവർത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും. സാധാരണ ഒരു വ്യക്തിയുടെ ഒരു ഇടപെടൽ മൂലമല്ല, മറിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രമുഖന്മാരായ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാലാഖയെ റഫയേൽ മാലാഖയെ ഈ ഒരു വ്യക്തികളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും സഹായിക്കുവാനുമായിട്ട് ദൈവം നിയുക്തനാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്.
നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ സഹനങ്ങൾ, നമ്മൾ ഇത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുവാനും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും കുറ്റം കണ്ടുപിടിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ ഒത്തിരിയേറെ ആളുകളുണ്ടാവും. അവിടെയൊക്കെ മനസ്സും അടുത്ത് പോയി ഇവർ ചിന്തിച്ചതുപോലെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത പോലും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മളോട് വചനം പറഞ്ഞു വെക്കുന്ന കാര്യം അത് ജീവിതം അവസാനിപ്പിക്കൽ, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുക. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഓരോ അവസരങ്ങളും കാണാൻ പറ്റും. അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ കൃപയുടെ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവ ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, നിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന കരുണയുടെ ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രമിക്കാം. നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും പരിഹാസത്തിൻ്റെയും പരിത്യക്തതയുടെയും ഒക്കെ സമയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവിടെയൊക്കെ ഒരു മറുമരുന്നായിട്ട് ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന വലിയ കാര്യമാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം അവിടുത്തെ കാരുണ്യം വർഷിക്കും. ദൈവം തരുന്ന വലിയ ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൽ സഹനങ്ങളുടെ നടുവിലും ധീരതയോടെ അതിനെ അതിജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തെയും കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജീവിത പങ്കാളിയും മക്കളെയും അവരുടെ ഭാവി ജീവിതത്തെയും നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമാന മാർഗങ്ങളെല്ലാം ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഈശോയെ, അവരുടെ ജീവിതങ്ങളിൽ നിന്റെ കരുണ ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെ പ്രത്യേകം അങ്ങേറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. അവർ വലിയ ബോധ്യങ്ങളോടെ കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവ് ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ